ലെറ്റർ ഞാൻ വെച്ചോളാം. കുട്ടികളെ, പുറത്താരാ വന്നത്? അതാ അത് ആരോ പുറത്ത് വഴിതെറ്റി അഡ്രസ് തെറ്റി വന്നതാണ് മാഡം. അതെ മാഡം. ഓ, ഓക്കേ. ഹണി, നീ താഴെ എന്താ ചെയ്യുന്നത്? മാഡത്തിന്റെ ചെരുപ്പാടിന് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിന് മണ്ണിൽ ഒരിക്കലും വെക്കരുത്, വല്ലാണ്ട് വൃത്തികേടായി പോകും മാഡം. ഓ വേണ്ട ഹണി, വേണ്ട. ഇപ്പൊ നീ തമാശ ഒന്നും പറയല്ല. എനിക്കത് കേൾക്കാനുള്ള ഒരു മൂഡും ഇല്ല. നല്ല ജീൻസ് ആണല്ലോ മാഡം. മാഡത്തിന്റെ ചോയ്സ് എപ്പോഴും സൂപ്പർ ആയിരിക്കും. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ അല്ലേ ഈ ഞാൻ. ആ ലെറ്റർ കിട്ടിപ്പോയി. വരൂ കൂട്ടുകാരെ, എല്ലാരും കൂടി എന്നെ കെട്ടിപ്പിടിക്കേ. അതൊക്കെ പോട്ടെ, ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് നിങ്ങൾ എന്തൊക്കെയാ ചെയ്തത്? പ്രത്യേകിച്ചൊന്നുമില്ല, ഞങ്ങൾ കാരംസ് കളിച്ചു. കാരണം ഡോർബെൽ ആരും അടിച്ചില്ല. പിന്നെ പോസ്റ്റ്മാനും ഈ വഴി വന്നിട്ടേ ഇല്ല. ഒരു ലെറ്റർ പോലും അയാൾ ഞങ്ങൾക്ക് തന്നില്ല. മാത്രമല്ല മാഡത്തിന്റെ മുമ്പിൽ ഞങ്ങളൊന്നും ഒളിക്കുന്നുമില്ല. നിങ്ങൾ എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ അതിനൊന്നും തുറന്ന് പറഞ്ഞില്ലല്ലോ. പോസ്റ്റ്മാനും ഇല്ല, ലെറ്ററും ഇല്ല, ഒന്നും തന്നെ ഇല്ല. ബണി, ഈ ഹണി എന്താ പറയുന്നത്? മാഡം, ഇവൻ പറയുന്നതേ ഇന്ന് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല എന്നാണ്. വല്ലാതെ ബോറടിച്ചു. മാഡത്തിന് ബോറടിച്ചു കാണുമല്ലോ. അതെ ബണി, നീ പറഞ്ഞത് ശരിയാണ്. എന്തെങ്കിലും എന്റർടൈൻമെന്റ് ചെയ്യണമായിരുന്നു. പക്ഷേ എനിക്ക് ഓഫീസിലെ വർക്ക് ഒരുപാടുണ്ട്. ഒരു കാര്യം ചെയ്യാം മാഡം, മാഡത്തിന്റെ മൂഡ് റീഫ്രഷ് ചെയ്യാനായിട്ടേ നമുക്ക് കുറച്ചുനേരം TV കണ്ടാലോ? വേറെ ഒന്നും കണ്ടില്ലേ പറയാൻ. ലെറ്റർ റിമോട്ടിൽ എടുത്ത് മാറ്റേണ്ടി വരുമല്ലോ. റിമോട്ടിന്റെ ബാറ്ററിക്ക് ചാർജ് ഇല്ല. ഞാൻ കിച്ചണിൽ പോയി ഇത് മാറ്റിക്കൊണ്ട് വരാം. ഇതിപ്പോ മാഡം, TV കാണുന്നതിനോടൊപ്പം തന്നെ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ്. സോർദാറെ, മാഡത്തിന് നല്ല ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കേ. ഈ മര കഴുതെ കൊണ്ട് തോറ്റല്ലോ ദൈവമേ. ഇനി ഇതിന്റെ ഉള്ളിൽ നിന്ന് ലെറ്റർ എടുത്ത് മാറ്റേണ്ടി വരും. ഞാനിത് എവിടെ കൊണ്ട് വെച്ചാലും ആ ഹണിക്ക് അത് മാത്രമേ ഐഡിയ ആയിട്ട് തോന്നുള്ളൂ. എന്തൊരു കഷ്ടം. പുതിയ ബാറ്ററി ഈ വീട്ടിലില്ല മാഡം. പറഞ്ഞോളൂ മാഡം, മാഡത്തിന് വേണ്ടി ജ്യൂസ്. എടാ ശശി, എടാ മുകളിലായിരുന്നപ്പോ നിനക്ക് പറക്കായിരുന്നില്ലേ? എനിക്ക് കഴിവ് കുറച്ച് കൂടുതലാണ്. മുകളിൽ കൂടി പറക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. താഴെ നിന്ന് പറക്കണം, അതാണ് എനിക്ക് ഇഷ്ടം. ചിലപ്പോ അവര് രണ്ടുപേരും ഇനി ആ കുതിരപ്പുറത്ത് കയറി രക്ഷപ്പെടോ? അടിപൊളി, നിന്റെ ഐഡിയ അടിപൊളി തന്നെ. ഇതൊക്കെ നിങ്ങളുടെ തെറ്റാ. കറക്റ്റ് സമയത്തിന്റെ വായടച്ചിരുന്നെങ്കിലേ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. എടാ, ഈ കുതിരക്ക് തലയില്ല. എടാ, ഇങ്ങോട്ട് നോക്കിയിരിക്കടാ, തല ഇപ്പുറത്താ ഉള്ളത്. ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് ഇതൊരു തലതിരിഞ്ഞ കുതിരയാണെന്ന്. എന്റെ അടുത്താണ് കളി. ഇവന്മാർക്കിട്ട് നല്ലൊരു പണി ഞാൻ ഇപ്പൊ കൊടുക്കുന്നുണ്ട്. ഇത് ശശിയുടെ ടാലന്റ് ആണ്.
മാഡം എന്താ എന്ത് പറ്റി? ഓ ഞാനിന്ന് വളരെ ടെൻഷനിലാണ് കുട്ടികളെ. അതിന് ഹണി എന്താ ചെയ്തത്? ഹണി ഒന്നും തന്നെ ചെയ്തില്ല. പക്ഷെ എനിക്കിന്ന് വർക്കിലോട് ഒരുപാടായിരുന്നു. എന്റെ അമ്മയെ ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ വിചാരിച്ചു മാഡത്തിന്റെ ഫേവറേറ്റ് ഡ്രസ് ഞാൻ കാരണം കത്തിപ്പോയ കാര്യം മാഡം അറിഞ്ഞു. ഓഹോ ഓഹോ. മാത്രല്ല തീ അണയ്ക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ച ജാക്കറ്റില്ലേ അതും കത്തിപ്പോയി. ഹണി ഇതിൽ കൂടുതൽ നീ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുന്ന എനിക്ക് തന്നെ അറിയില്ല. ആഹാ. ഞാനാണ് ദാമോദർ. ദാ കൊണ്ടുവന്നിരിക്കുകയാണ് ലെറ്റർ. സൈൻ ചെയ്യൂ ഇതിൽ, എന്നിട്ട് വായിക്കൂ ലെറ്റർ. ഡിയർ മിസ് കാട്കർ, ഞാൻ നിങ്ങളുടെ ബോസ്. നിങ്ങളെ ഇൻഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ മാനേജർ പോസ്റ്റിൽ നിന്നും മാറ്റിയിരിക്കുന്നു. അപ്പം മാഡത്തിന് ഓഫീസിൽ നിന്ന് പുറത്താക്കുകയാണോ? നിനക്ക് ആ കാര്യത്തിലാണോ വിഷമം? എന്റെ വിഷമം എന്താന്ന് വെച്ചാല് മാഡത്തിന്റെ ജോലി പോയാലോന്ന് ആലോചിച്ചിട്ടാണ്. ഈ മരക്കഴുതെ കൊണ്ട് തോറ്റല്ലോ ദൈവമേ. ഓ ഹണി കണ്ടില്ലായിരുന്നു, ടെൻഷൻ കൊണ്ട് ചൂടെടുത്ത് വേർക്കുവാണ്. ആ കൂളർ ഒന്ന് ഓൺ ചെയ്യ് ഹണി പ്ലീസ്. ചേടാ ലെറ്റർ പറക്കുന്നു. മേഡത്തിന്റെ കയ്യിലെങ്ങനെ കിട്ടാൻ പാടില്ല. വേഗം അതിനെ പിടിക്കാൻ നോക്ക്. നിങ്ങളുടെ എന്താ ചെയ്യുന്നത്? അത് പിന്നെ ഞങ്ങൾ വലിയൊരു പാർട്ടി പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ പണക്കാർ തമ്മിലേ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കില്ലേ, അത് ഞങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയതാ. സോർദാറേ, നീ ഒരു നായയാണ്, അല്ലാതെ പല്ലിയല്ല. എനിക്കിപ്പോഴാ ഓർമ്മ വന്നത്, എനിക്ക് ശരിക്കും നടക്കാൻ പറ്റില്ല. അയ്യോ ഇത്രയും നേരം നിങ്ങൾ തലകുത്തി മറിഞ്ഞിട്ടും ഒന്നും നടന്നില്ല. ഇനി ഈ പോപ്പട്ടന്റെ കഴിവ് നിങ്ങൾ കണ്ടോ? ഓ, ഇന്ന് ആ പേപ്പർ കയ്യിലാക്കിയിട്ട് ഞാൻ അടങ്ങൂ. സംശയമുണ്ടോ? ആഹാ. എടാ സോർദാറേ, നീ എന്ത് പണിയാടായി കാണിച്ചത്? മുകളിൽ താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് വല്ലാത്ത പരുക്ക് പറ്റിയിരുന്നു. നമുക്കല്ല, നിനക്ക്. ഞാൻ മര്യാദക്ക് പറഞ്ഞു വന്നതായിരുന്നു. സോർദാറിന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റിപ്പോയി. നീ ഒന്ന് ക്ഷമിക്ക് പോപ്പട്ടെ. പിന്നൊരു കാര്യം, ദേ കഴുത ഞാനാണ്. നിങ്ങളെല്ലാം കഴുതകളാണ്. മിക്കവാറും നീ എല്ലാം പൊളിയും. ദാ നോക്കിയേ. ഞാനിവിടെ ഇരിക്കുന്നുണ്ടെന്ന് കണ്ടിട്ടും നിങ്ങൾ വല്ലാത്ത കുസൃതിയാ കാണിക്കുന്നത്. ഓഹോ സോർദാർ, ബണി, പോപ്പർ, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്? ഒന്നുമില്ല മാഡം. ഒന്നുമില്ല മാഡം. നിങ്ങൾ എന്നിൽ നിന്ന് എന്തോ ഒളിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അഥവാ എന്തെങ്കിലും കള്ളത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല ദേഷ്യം വരും കേട്ടോ. അയ്യോ ഇല്ല മാഡം, ഞങ്ങളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അതെ, വേണമെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നോക്കിക്കോളൂ. നീ എന്താ ഒളിക്കുന്നത് ഹണി? ആരോ വന്നിട്ടുണ്ടല്ലോ. എന്നാ പിന്നെ ഞാൻ പോയി വാതിൽ തുറക്കാം. വന്നത് പോസ്റ്റ്മാനാ.
അതെ, മനുഷ്യരെയല്ലേ പോസ്റ്റ്മാൻ എന്ന് വിളിക്കുന്നത്. ഞാൻ പോസ്റ്റ് പ്രാവാണ്. ഞാൻ യൂട്യൂബിലും ഫേമസ് ആണ്. PRAVU പ്രാവ്. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ആ ബെല്ലൊന്നടിക്കൂ. എടാ പരമാക്രി, ബെല്ലടിക്കാനാ പറഞ്ഞത്, എന്നെ അല്ല. ഓ, എന്ത് പറ്റി കുട്ടികളെ? ഇയാള് നിങ്ങളുടെ കൂട്ടുകാരനാണോ? വരൂ, അകത്തേക്ക് വരൂ. ആയിക്കോട്ടെ മാഡം, ആയിക്കോട്ടെ. മേഡം, ഇത് ഞങ്ങളുടെ കൂട്ടുകാരൊന്നും അല്ല, പോസ്റ്റ് പ്രാവാണ്. ഒരു കത്ത് തരാൻ വേണ്ടി വന്നതാ. സംശയമുണ്ടോ? നിങ്ങൾക്കുള്ള കത്ത് ദേ ഇതാണ്. ബാഗിൽ നിന്ന് എടുത്തു തരുന്നതും ഞാൻ തന്നെ. കത്ത് പൊട്ടിച്ച് പുറത്തെടുക്കുന്നതും ഞാൻ തന്നെ. പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ കവറിന്റെ ആവശ്യം വരില്ലല്ലോ. മറ്റുള്ളവരെ അത് വായിച്ച് കേൾപ്പിക്കുന്നതും ഈ ഞാൻ തന്നെയാണ്. വല്ലാത്തൊരു പോസ്റ്റ്മാൻ തന്നെ. ഇതെനിക്ക് വന്ന കത്താണ്, ഞാൻ തന്നെ വായിച്ചോളാം. അതിനെന്താ മാഡം, വായിച്ചോളൂ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞില്ലല്ലോ. ഇതിലെന്താ എഴുതിയിരിക്കുന്നത് മാഡം? ഓഫീസിൽ നിന്ന് വന്നതാണോ? ഓഹോ, ഇതിൽ എഴുതിയിരിക്കുന്നത് സവിനയം ഞാൻ എഴുതുന്നൊരു നിവേദനമാണിത്. ഇതിൽ എഴുതിയിരിക്കുന്നത് മുഴുവൻ വായിക്കണം, കാരണം താങ്കൾ ഇത് വായിക്കേണ്ടത് അത്യാവശ്യമാണ്. അഥവാ ഈ കാര്യം താങ്കൾക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും അറിയാൻ കഴിയില്ല. അതായത് കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തോ വലിയ കാര്യമാണെന്നാ തോന്നുന്നത് മാഡം. അതിന്റെ ബാക്കി കൂടി വായിക്കേ. ഇതിൽ ഇത്ര എഴുതിയിട്ടുള്ളൂ. ബാക്കി പേജ് ഉണ്ടെങ്കിലല്ലേ വായിക്കാൻ പറ്റൂ. ഇതിപ്പോ എല്ലാം കൂടെ ഒരുമാതിരി തോട്ടി വാങ്ങിയിട്ടും ആന ഇതുവരെ ഇങ്ങ് എത്തിയില്ല എന്ന് പറഞ്ഞതുപോലെ ആയല്ലോ. സംശയമുണ്ടോ? ദാ കിടക്കുന്ന കത്ത്. പക്ഷെ ഈ കടലാസിൽ ഒന്നും തന്നെ എഴുതിയിട്ടില്ലല്ലോ. എടാ, അത് ടിഷ്യൂ പേപ്പറാണ്. ആരെങ്കിലും ഉപയോഗിച്ചിട്ട് വലിച്ചെറിഞ്ഞതായിരിക്കും. ചിലപ്പോ അയച്ച ആളാ കത്തില് പകുതി സ്റ്റാമ്പ് ഒട്ടിച്ചു കാണൂ. അതുകൊണ്ടാണ് ആ പോസ്റ്റ്മാൻ പകുതി കവറുമായിട്ട് വന്നത്. എടാ പൂച്ചേ, സത്യസന്ധമായി ജോലി ചെയ്യുന്ന എന്നെ വെറുതെ ഡൗട്ട് അടിച്ചേക്കല്ലേ. ഞങ്ങളുടെ ഹെഡ്ലൈനാണ് മിടിക്കുന്ന ഹൃദയത്തിൽ കത്തെഴുതൂ, മടിക്കാതെ ഞങ്ങൾ അത് വേഗം പോസ്റ്റ് ചെയ്യാം. സത്യത്തിൽ എന്റെ ഹൃദയം കിടന്ന് മിടിക്കുന്നത്. ഒരു പക്ഷേ ആ കത്തിൽ ഞാൻ പ്രൈം മിനിസ്റ്റർ ആവുന്ന കാര്യമാണ് എഴുതിയിരിക്കുന്നെങ്കിലോ, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റും ആവാം, അതോ അല്ലെങ്കിൽ ക്യാറ്റ് ഓഫ് ദ സെഞ്ചുറി. അത് വല്ലെന്നുണ്ടെങ്കിൽ ഈ ഭൂമിയുടെ ഉടമസ്ഥനാവാൻ സാധ്യതയില്ലേ ഞാൻ? ആ പറഞ്ഞത് ശരിയാ. സ്വന്തം കൂട്ടുകാരൻ ഒരു വലിയ ആളാവുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആ കത്ത് വന്ന കവർ നോക്കി അയച്ചാളുടെ പേരും അഡ്രസ്സും കണ്ടുപിടിക്കാമായിരുന്നു. പക്ഷെ ഈ മരമണ്ടന കവർ വലിച്ചെറിച്ച് കളഞ്ഞില്ലേ, കഷ്ടം. മാഡം, ഈ പ്രാവ് ഏത് വഴിയാണ് വന്നത്? ഞങ്ങൾ ആ വഴിക്ക് പോയി നോക്കിയിട്ട് വരാം. മിക്കവാറും ആ വഴിയിലെങ്ങനെ കാണും അത്. ഓഹോ, ഓക്കെ, സൂക്ഷിച്ചു പോണം കുട്ടികളെ. എന്നാ പിന്നെ ഞാനും കൂടെ വരാം, ഒരുമിച്ച് നോക്കാലോ. നമ്മളെ ബാക്കി പേപ്പറിൽ അന്വേഷിക്കുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോൺ പേപ്പർ സീസർ കളിക്കാലോ. ഹണി ഓൾറെഡി കഴുതയാണ്. ഇനിയിപ്പൊ ഇവനെ എന്ത് വിളിക്കും? കണ്ടില്ലേ, പട്ട പകല് ടോർച്ചും അടിച്ചോണ്ട് നടക്കുക. ഇവനെ കണ്ടപ്പോ എനിക്ക് സത്യത്തിൽ എന്റെ അമ്മാവനെ ഓർമ്മ വന്നത്. അതെന്താ, അദ്ദേഹം സുന്ദരനും സത്യസന്ധനും ആയിരുന്നോ? അല്ല, അങ്ങേര് നിന്നെ പോലെ ഇങ്ങനെ വളവളാന്ന് സംസാരിച്ചോണ്ടിരിക്കും. അതുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്താക്കിയതാ. എന്റെ പോസ്റ്റ് പ്രാവേ, നീ കത്ത് കൊണ്ടുവന്ന വഴിയിലൂടെ ഞങ്ങളെയും ഒന്ന് കൊണ്ടുപോ. അതെ അതെ, അങ്ങോട്ടാ പോകുന്നത്. അപ്പൊ ഞാൻ എവിടെയാ പറഞ്ഞു നിർത്തിയത്? വളവളാന്ന് സംസാരിക്കുന്ന എന്റെ അമ്മാവനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതല്ലേ. തക്കാളി നല്ല പഴുത്ത തക്കാളി, തക്കാളി തക്കാളി തക്കാളി. ഇതിന് വില അല്പം കൂടുതലല്ലേ? ഇദ്ദേഹത്തിന്റെ സർവീസ് എന്തായാലും കൊള്ളാം. വീടുകളിൽ മാത്രമല്ല കടകളിലും വന്ന് ലെറ്റർ കൊടുക്കുന്നുണ്ട്. ചിലപ്പോ ഇയാൾ ആൾക്കാരെ അവരറിയാതെ പിന്തുടരുന്നുണ്ടാവും. അതെന്തിനാ? കത്ത് കൊടുക്കാൻ വേണ്ടിട്ട്, അല്ലാതെ എന്തിനാ? വലിയ നീ ഞങ്ങളെ വല്ലാതെ പേടിപ്പിച്ചല്ലോ. അല്ല, നമ്മളെന്തിനാ മാർക്കറ്റിലേക്ക് വന്നത്? നിങ്ങളുടെ വീട്ടിൽ വരുന്നതിന് മുമ്പ് ഞാൻ ഇവിടെയാ വന്നത്. താൻ എന്താ ചെയ്യുന്നേ? ഇതുവഴി വന്നപ്പോ ഞാൻ കുറച്ച് കുട്ടികളെ കണ്ടായിരുന്നു. അവരെ കണ്ടപ്പോ ഞാൻ തക്കുടുവാവേ എന്ന് പറഞ്ഞിരുന്നു. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുവാണ്. ആഹാ, വലിയൊരു മഹാകാര്യമാണല്ലോ പറഞ്ഞത്. നോട്ട് ചെയ്തോ, ചിലപ്പോ എക്സാമിന് എങ്ങനെ ചോദിച്ചാലോ. ഒരു ദിവസം രാത്രി ഞാൻ പറക്കുകയായിരുന്നു. ദിവസമാണോ അതോ രാത്രിയാണോ? എടോ, രാത്രി തന്നെ. അന്ന് രാത്രി ഞാൻ പറന്നു പോവുകയായിരുന്നു. പെട്ടെന്ന് നേരെ വന്ന കാറിൽ ചെന്നൊരൊറ്റ ഇടി. അപ്പൊ രാത്രിയിൽ കണ്ണു കണ്ടൂടെ? പിന്നെ എങ്ങനെയാ കാറ് ചെന്നിടിച്ചത്? അത് ആ കാറിന്റെ ഹെഡ്ലൈറ്റ് ഓൺ ആയിരുന്നു. ഞാൻ വിചാരിച്ച 2 ബൈക്കാണെന്നാ. അപ്പൊ ഹീറോ ആവാൻ വേണ്ടി 2 ബൈക്കിന്റെ നടുവിലൂടെ ഒന്ന് പോവാൻ നോക്കിയതാ. അവസാനം കാറിൽ ചെന്ന ഒരൊറ്റ ഇടിയായിരുന്നു. ഒരിക്കലും ഹീറോ ആവാൻ ശ്രമിക്കരുത്, മനസ്സിലായോ? ഇത് ഞെക്കിന് എന്താ സംഭവിക്കുക? അയ്യോ, വലിയ സൂക്ഷിച്ചേ. എന്നാ ഇതമർത്തി നോക്കാം. സത്യത്തിൽ ഈ ഹണി നമ്മളെ സഹായിക്കുകയാണോ അതോ വല്ല പ്രതികാരവും ചെയ്യുകയാണോ? എടാ ഹണി, നീ എന്തായി കാണിക്കുന്നത്? കാറിന്റെ ഫൗണ്ടൈൻ. കൂട്ടുകാരെ, ഇവിടെ നിന്ന് കടലാസ് കിട്ടില്ല. നമുക്ക് ഇതിനു മുമ്പുള്ള സ്ഥലത്തേക്ക് പോകാം. ഈ ഹാൻഡിൽ താഴേക്കാക്കുമ്പോ ഞാൻ ദേ മുമ്പോട്ട് പോകുന്നുണ്ടല്ലോ. വേഗം ബ്രേക്ക് ഔട്ട്.
അല്ല എന്നെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് ഇവന്മാരിത് എങ്ങോട്ടാ പോകുന്നത്? വല്ലാത്ത ചതിയായി പോയി. അയ്യോ സോറി, ഞാൻ കാരണം നമ്മളെല്ലാരും വഴിതെറ്റി ഇങ്ങോട്ടേക്ക് വന്നു. നീ വന്നല്ലേ, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. താൻ ബ്രിജേഷിന് കത്ത് കൊടുത്തെങ്കിൽ പിന്നെ എന്തിനാ ഇയാളിങ്ങനെ ചൂടാവുന്നത്? ആർക്കെങ്കിലും ഒരാൾക്ക് വരുന്ന കത്ത് അയാളുടെ മുഖത്തേക്ക് പിന്നെ വലിച്ചെറിഞ്ഞു കൊടുത്താൽ ദേഷ്യം വരില്ലേ? അപ്പൊ താൻ പ്രതികരിക്കാൻ നിൽക്കുവാണല്ലേ? സബ്സ്ക്രൈബ് ചെയ്യൂ, തീർച്ചയായും ബെല്ലടിക്കൂ. നിന്റെ ബെല്ലെന്തായാലും ഞാൻ അടിച്ചോളാം. അത് നിന്റെയും നിന്റെ കൂട്ടുകാരുടെയും. കൂട്ടുകാരെ ഇങ്ങനെ ഓടിയിട്ട് കാര്യമില്ല. നമുക്ക് ആ പേപ്പറിന്റെ ബാക്കി ഭാഗം കണ്ടെത്തണ്ടേ? നമുക്ക് രണ്ടായി പിരിഞ്ഞ് അന്വേഷിക്കാം. എന്റെ അമ്മോ, ഇവൻ വിടുന്ന മട്ടില്ലല്ലോ. ആ വൈക്കോല് കൂനയുടെ പുറകിൽ അന്വേഷിക്കാം. ബാത്ടബ്, ഇതിലൊന്ന് തെരഞ്ഞു നോക്കാം. ഈ ബ്രിജേഷ് കാരണം ഞാൻ ഓടി ഓടി മടുത്തു. താങ്ക് യു. അല്ല, ഈ ലെറ്റർ എവിടെയാണ് പോയത്? എടാ, എന്റെ കൈ പോയിട്ട് അവിടെ ചിറക് മുളച്ചു. എടാ, അത് നിന്റേതല്ല, എന്റെ ചിറകാ. എഴുന്നേറ്റ് മാറാ പുറത്തുനിന്ന്. എന്തുമാത്രം കളർഫുൾ ആണ്. നീ എവിടെന്നാ വരുന്നത്? മംഗോളിയ. ഞാൻ രാവിലെ 2 കിലോ മാംഗോ വാങ്ങിച്ചതേ ഉള്ളൂ. നീ എവിടെന്നാ വരുന്നത്? എടോ, മംഗോളിയ എന്ന രാജ്യത്ത് നിന്നാണ് ഞാൻ വരുന്നത്. എഴുതണമെങ്കിൽ പേനയിൽ വേണം മഷി. എന്റെ പേരാണ് ശശി. എനിക്ക് ഒരുപാട് കഴിവുകളുണ്ട്. എനിക്ക് വായിൽ നിന്നും കാറ്റ് വരുത്താൻ കഴിയും. അതെയോ? എങ്ങനെ? കണ്ടോ, ഞാൻ വായിൽ കൂടി കാറ്റ് വിട്ടത് കണ്ടില്ലേ? ആ മംഗോളിയൻ തത്ത നമ്മുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് ഹണി ബണിയുടെ അടുത്ത് പോയിരിക്കുകയാണ്. ഹണി ബണിയുടെ അടുത്ത് നിന്ന് തത്തയെ വാങ്ങുന്നത് സിംഹത്തിന്റെ വായിൽ നിന്ന് പാൽക്കുപ്പി വാങ്ങുന്ന പോലെയാ. സിംഹമല്ലടാ, പശുവാണ് പാല് കുടിക്കുന്നത്. എടാ, എന്റെ പശുവിന്റെ പേര് സിംഹം എന്നാ. എന്താ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിന്നെ പോലെ ഒരു മണ്ടൻ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഗ്യാങ്ങിന് ഒരു വിലയില്ലാത്തത്. ആ ഹണി പണിയെ പറ്റിച്ച് ആ മംഗോളിയൻ തത്തെ നമുക്ക് പൊക്കണം. എന്നിട്ട് വേറെ ഏതെങ്കിലും സിറ്റിയിൽ കൊണ്ടുപോയി നമുക്ക് ഇതിനെ വിൽക്കണം. ഞാൻ പതുക്കെ പോയി അതിനെ അടിച്ചു മാറ്റിക്കൊണ്ട് വരാം. ഓക്കേ? കാണാനില്ലല്ലോ. അതേടാ, ബോള് കാണാനില്ല. ബോളും കാണാതെ പോയി, ബോൾ അടിച്ചവനെയും കാണാതെ പോയല്ലോ. മാത്രമല്ല, ഇങ്ങോട്ട് നോക്ക്, കാൽപ്പാടുകളും ഇവിടെ ഉണ്ട്. ഒന്നും മനസ്സിലാവുന്നില്ല. വന്നപ്പോ ചിറകടിച്ച് പറന്നാ വന്നത്. അപ്പൊ പോയപ്പോ ഷൂസ് ഇട്ടുണ്ടാണോ പോയത്? എടാ കഴുതേ, അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാ അവനെ പിടിക്കാൻ ആരോ വരുമെന്ന് പറഞ്ഞില്ലേ? അവരവനെ പൊക്കിയോണ്ട് പോയതാ. ഓ, കൊക്കിയിരിക്കാണോ? ഞാൻ അവര് വന്ന് പിടിച്ചോണ്ട് പോയെന്ന് പേടിച്ചു പോയി. ഓ, എന്റെ ഹണിസ്വാമിജി, അങ്ങയുടെ തൃപ്പാദങ്ങളൊന്ന് കാണിക്കുവോ? നിന്റെ മുട്ടുകളി ഞാൻ തല്ലി ഓടിക്കും. നിനക്ക് ഞാനൊരു സജഷൻ തരാം. 1/2 മണിക്കൂറിൽ ഒരിക്കൽ ഒരു പേരക്ക കഴിക്കേ.
അത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധി വളരോ? ഒരിക്കലുമില്ല. ആ തിരുവായ്ക്കൂർ റെസ്റ്റ് കിട്ടുമല്ലോ, ഞങ്ങൾക്ക് കുറച്ച് സമാധാനവും കിട്ടും. പോയി അവിടെ ഒരാൾക്ക് 20 രൂപയ്ക്ക് വിൽക്കാൻ പോവുകയാണ്. 20 രൂപയ്ക്കോ? എടാ നമുക്കൊരു 50 രൂപയ്ക്ക് വിൽക്കാവിടെ. ഒരു സർബത്ത് കുടിക്കണമെങ്കിൽ 25 രൂപ കൊടുക്കണം. 2 സർബത്തിന് കൂടി 50 രൂപ. മര്യാദക്ക് തന്നേക്ക്. ഞങ്ങൾ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ലോകം ഇടിഞ്ഞു വീണാലും ശരി, ഞങ്ങളുള്ളപ്പോ അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഇനി എന്റെ ടേണാണ്. സൂര്യൻ തന്നെ ഇരുട്ടിയാലും നിങ്ങൾ വിചാരിച്ചത് നടക്കില്ല. കഴുതേ, സൂര്യൻ ഒരിക്കലും ഇരുട്ടില്ലടാ. ഞാൻ അത്രയ്ക്ക് അങ്ങോട്ടൊന്നും ആലോചിച്ചില്ല. കാരണം ഭയങ്കര ചൂടല്ലേ. പക്ഷെ കണ്ണാടി വെച്ച് നോക്കിയപ്പോഴാ ഇരുട്ടായത് കണ്ടത്. ആ എടാ ലാലാ, നിന്റെ ഷൂ ലൈസ് അഴിഞ്ഞു. ഒരു മിനിറ്റ്, ഇതൊന്ന് പിടിച്ചേ. ഞാൻ എന്റെ ലേസ് ഒന്ന് കെട്ടിക്കോട്ടെ. എടാ കഴുതേ, നീ ഇട്ടേക്കുന്ന ചെരുപ്പാടാ.